ഗുഡ് മോർണിംഗ്. ഒരുവിധം എല്ലാ വീടുകളിലെയും രാവിലത്തെ കാഴ്ച ഇതൊക്കെ തന്നെയായിരിക്കുമല്ലേ. ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ മാറ്റം വരാൻ ചാൻസ് ഒന്നുമില്ല. കാരണം കുട്ടികൾക്ക് സ്കൂളും ഹസ്ബൻഡിന് ഓഫീസും പിന്നെ നമുക്ക് ജോലിയും, നമുക്ക് ജോലി ഇല്ലെങ്കിൽ പോലും എല്ലാ വീട്ടിലെയും രാവിലെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും വിൻ്ററൊക്കെ ആകുമ്പോൾ മൂടി പൊതിച്ചുറങ്ങണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഇതായിരിക്കും കാഴ്ച. ഇനിയിപ്പോൾ എന്ത് മലമറിക്കുന്ന കാര്യമാണെങ്കിലും രാവിലെ ഇതാ ഇങ്ങനെ ഒരു ചായ കുടിച്ച് ആ സോഫയിലിരുന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കി ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ തന്നെ റിലേ പോയി ഇരിക്കും. മൊബൈൽ പോലും നോക്കാതെ റിലേ പോയി ഇരിക്കുന്ന ഒരാളാണ്. അതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറുള്ളൂ. പക്ഷേ അതാണ് എൻ്റെ ഒരു ഫുൾ ദിവസത്തെ എനർജി എന്ന് പറയണത്. അപ്പോൾ രാവിലെ തന്നെ ഇതാ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ചൊരു വയ്യാത്തൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വയ്യാത്ത ദിവസമാണോ ആളുകൾ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കുന്നത്? അങ്ങനെയല്ല. ഞാൻ ഇന്ന് മിത്തുക്കുട്ടിക്ക് ഉച്ചയ്ക്ക് ഇഡ്ഡലിയും സാമ്പാറാണ് കൊടുത്തേക്കുക. ഇഡ്ഡലിയും സാമ്പാറാണെങ്കിൽ മാത്രമേ മിത്തു ടിഫിൻ ഇങ്ങനത്തെ കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ മിത്തുവിന് ഫ്രൈഡ് റൈസോ ചപ്പാത്തിയോ, മിക്കവാറും ചപ്പാത്തി ആയിരിക്കും. പക്ഷേ ചപ്പാത്തി നിർബന്ധം. ഇത് മിത്തുക്കുട്ടിക്ക് കൊടുത്തേക്കാനുള്ള കുട്ടി ഇഡ്ഡലി ആട്ടോ. അപ്പോൾ അതുകൊണ്ട് കുട്ടിത്തട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി, ഉച്ചയ്ക്ക് കുട്ടിത്തട്ടിൽ ഇഡ്ഡലി ഭയങ്കര ഇഷ്ടമാണ് മിത്തുവിന്. അപ്പോൾ അത് വെച്ചു. അതിനുശേഷം ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഇന്നത്തെ സാമ്പാറും ഇഡ്ഡലിയും എല്ലാം പാക്കറ്റിൽ വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് ചില ദിവസങ്ങളുണ്ടാവില്ല, നമുക്ക് എന്നും ഒരുപോലെ നമ്മൾ ഉഷാറായിരിക്കില്ല. ചില ദിവസം നമുക്ക് വയ്യാത്ത ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും ഉപകാരം എന്ന് പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഇൻസ്റ്റാമാർട്ടും ബ്ലിങ്കിറ്റും പോലുള്ള സ്ഥലങ്ങളിൽ നിന്നും സാധനം കിട്ടും. പിന്നെ എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തതും ഒക്കെ കിട്ടും. അപ്പം ഞാൻ സാമ്പാർ എന്ന നാളികേരമൊന്നും അരയ്ക്കാത്ത അങ്ങനത്തെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മിത്തുക്കുട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഷോർട്ട് ബ്രേക്കിന് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ പാലും പഞ്ചസാരയും ഒരു മുട്ടയും കൂടെ ചേർത്ത് ബട്ടറിൽ നമ്മളിങ്ങനെ ബ്രെഡ് പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കുമല്ലോ, അത് നമുക്ക് ഷോർട്ട് ബ്രേക്കിന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ 2 ബ്രേക്ക് ഉണ്ട്, ഷോർട്ട് ബ്രേക്കും ലോങ് ബ്രേക്കും. ലോങ് ബ്രേക്കിന് നമ്മൾ ഇങ്ങനത്തെ ഇഡ്ഡലി ചപ്പാത്തിയൊക്കെ കൊണ്ടുപോകും. ഷോർട്ട് ബ്രേക്കിന് അപ്പോൾ ഇഡ്ഡലി കൊണ്ടുപോകുന്ന ദിവസമാകുമ്പോൾ വിശപ്പ് മാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഷോർട്ട് ബ്രേക്കിന് ഇങ്ങനത്തെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും വെക്കും. അല്ലെങ്കിൽ ഫ്രൂട്ട്സാണ് വെക്കാറ്. ചപ്പാത്തി ഉച്ചയ്ക്ക് വെക്കുന്ന ദിവസം രാവിലെ ഫ്രൂട്ട്സേ വെക്കാറുള്ളൂ. കാരണം ചപ്പാത്തി ഹെവി ആണല്ലോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയതുകൊണ്ട് ഇഡ്ഡലി ആകുമ്പോൾ വേറൊരു ഇതും കൂടെ ഉണ്ട്, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണം. അപ്പോൾ ഒട്ടും തികയില്ല എന്ന് പറയും. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ മിത്തുക്കുട്ടി ഇതാ രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാം ചെയ്ത്, പിന്നെ കുറച്ച് വലിയ കുട്ടി ആയല്ലോ, 7th അവളുടെ എല്ലാ കാര്യം, ചെറിയ കുട്ടി ആകുമ്പോൾ തന്നെ അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ തന്നെ ചെയ്തിരുന്നത് കേട്ടോ. മുടി കെട്ടുന്നതായാലും അപ്പോൾ ആ കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ഒരിക്കൽ പോലും. എപ്പോഴും അത് സ്വന്തമായിട്ട് ചെയ്തിരുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഇഡ്ഡലിയും സാമ്പാറും ആണെങ്കിൽ ഇവിടുത്തെ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് എക്സ്ട്രാ വെക്കണം, ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ടിഫിൻ പോലെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിറയെ കുട്ടി ഇഡ്ഡലി വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ സാമ്പാറെന്ന് വറുത്തരയ്ക്കാത്തതാണ്. പക്ഷേ ഇവിടെയുള്ള കുട്ടികൾക്ക് വറുത്തരയ്ക്കാത്ത സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിത്തുവിന് ആക്ച്വലി വറുത്തരച്ച സാമ്പാർ ഇഷ്ടം. പക്ഷേ ഇന്ന് എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ മിത്തു ഓക്കെ എന്നാൽ അത് മതി എന്ന് പറഞ്ഞു. പിന്നെ ഫ്രഞ്ച് ടോസ്റ്റ്, സാമ്പാർ വേറൊരു പാത്രത്തിൽ വെക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ എല്ലാം ഈ ഒരു 2 ഇതിൻ്റെ ഉള്ളിൽ എല്ലാതും ഒപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മിത്തുക്കുട്ടീനെ ടിഫിനൊക്കെ കൊടുത്തേച്ച് മിത്തുവിനെ ഞാൻ സ്കൂളിലാക്കിയിട്ട് ഞാനൊന്ന് നടക്കാൻ പോയി. മിത്തുവിനെ സ്കൂളിലാക്കുക രമേശേട്ടനാണ് കേട്ടോ. ആ വഴി ഞാനും ഒപ്പം ഇറങ്ങും, പക്ഷേ ഞാൻ നടക്കും. അങ്ങനെയാണ്. രാവിലെ തന്നെ കുറച്ച് വെയിൽ കൊള്ളാൻ ഇറങ്ങിയതാണ്. നല്ല വെയിലല്ലേ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല ഇളം വെയിൽ. ഈ വെയിലെന്താ പോക്ക് വെയിൽ കൊണ്ട പൊന്നുപോലെ ആവും എന്നൊക്കെ പറയില്ലേ, അതൊരു സത്യമാണ്. അതായത് നല്ല വൈറ്റമിൻ ഡി കിട്ടും, അതാണ് സംഭവം. അപ്പോൾ അത് ജിമ്മിൽ പോയാൽ കിട്ടില്ല. അല്ലെങ്കിൽ വെയിൽ കൊള്ളണത് വളരെ കുറവാണ്. രാവിലെ ഈ ഒരു നടത്തം കണ്ടോ, ഒരു 8 മണി നേരത്തെ ആ ഒരു നല്ല വെയിലിങ്ങനെ മുഖത്തടിക്കുമ്പോൾ നല്ലൊരു ഗ്ലോ അല്ലേ, സൺ കിസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഞാൻ എപ്പോഴും നടക്കണത് കേട്ടോ. കാരണം ഈ ഒരു സമയത്ത് മാത്രമാണ് ഞാൻ വെയിൽ കൊള്ളുള്ളൂ. പിന്നെ നമ്മൾ മിത്തുവിനെ ഇറങ്ങുമ്പോൾ കുട എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും വെയിലും ഇല്ല. അപ്പോൾ വെയിൽ കൊള്ളാതെ ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് വൈറ്റമിൻ ഡി എന്ന് പറയണത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് നടക്കാൻ വിചാരിച്ചു. ഇവിടെയും വെയിലൊന്നും ഇല്ല കണ്ടോ, ഈ ഒരു ഭാഗത്ത് കുറച്ച് വെയിലുണ്ട്, അത്രേ ഉള്ളൂ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുൾ മരങ്ങളാണ് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഡെയിലി ഒരു 1/2 മണിക്കൂർ നടക്കും. ഇപ്പം പിന്നെ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്.
അങ്ങനെ നടന്നു വന്ന് വീട്ടിലെത്തിയപ്പോഴാണ് നമ്മുടെ ക്ലീനിങ്ങിനൊക്കെ സഹായിക്കുന്ന ഒരു കുട്ടി വരാറുണ്ട്, അടിച്ചു വരാനും തുടയ്ക്കാനൊക്കെ. അപ്പോൾ ആ കുട്ടി വിളിച്ചു പറഞ്ഞു, ദീദി ഇന്ന് എനിക്ക് വയ്യ വരില്ല എന്നുള്ളത്. അപ്പോൾ പൊതുവേ എനിക്കൊന്നും ഒട്ടും വയ്യാത്ത ദിവസമായിരുന്നു, പക്ഷേ ക്ലീനിങ്ങിൽ മാത്രം ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മിത്തുക്കുട്ടിക്കുന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ചെരുപ്പൊക്കെ ഞാൻ കഴുകി മിത്തുവിൻ്റെ അതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ എളുപ്പപ്പണിക്ക് ഞാൻ ഷൂ വൈപ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു അടിപൊളി സാധനം കേട്ടോ, കണ്ടോ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പക്ഷേ മെയിനായിട്ട് യൂസ് ചെയ്യുക ഷൂസിനാണ്. വൈറ്റ് ഷൂസൊക്കെ ഇങ്ങനെ പളപളാ മിനുങ്ങും, പിന്നെ സ്കൂൾ ഷൂസും എല്ലാതും നല്ല അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതിനുശേഷം ഞാനിതാ ഇന്ന് ജിമ്മിൽ പോയില്ല, ജസ്റ്റ് ഒരു ചെറിയ വർക്കൗട്ട് ഷോൾഡർ ആൻഡ് ആംസിൻ്റെ വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് അടിച്ചു വരലും തുടക്കലും എല്ലാം കൂടെ കഴിയുമ്പോൾ കുറേ കൈ കൊണ്ട് തിരുമ്പാനുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ചതാ റെഡിയായി വന്നു, എണ്ണയൊക്കെ തേച്ച് നല്ല അടിപൊളിയായി ചെയ്തു, കുളിച്ചു. ഇനിയൊരു സ്കിൻ കെയറും കാര്യങ്ങളുമാണ്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ റോസ് വാട്ടർ അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇതാണ് എൻ്റെ ഡെയിലി റൂട്ടീൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ടാക്കിൻ്റെ ഗ്ലോ ബൂസ്റ്റിംഗ് ഫേസ് സിറാണ്. ഇതിൽ കുങ്കുമാതിയും അതുപോലെ തന്നെ 24K ഗോൾഡ് ഡസ്റ്റും 2 ഇൻഗ്രീഡിയൻ്റ് ആണുള്ളത്. ഈ കുങ്കുമാതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമ്മുടെ സ്കിൻ കോംപ്ലക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ബ്രൈറ്റ്നസ്സിനും സഹായിക്കും. അതേപോലെ തന്നെ 24K ഗോൾഡ് ടെസ്റ്റ് നമ്മുടെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസിനൊക്കെ അതിൽ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫേംനെസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്യാണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ വേഗം പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കട്ടെ. നല്ല വിശപ്പ്, രാവിലെ 2 ഇഡ്ഡലിയാണ് കഴിച്ചത്. അതുകൊണ്ട് ഇടനേരത്തൊന്നും ഇന്ന് കഴിക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയില്ലേ, പറഞ്ഞല്ലേ ഇന്ന് നല്ല പണി കിട്ടിയ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാ കുറച്ചും കൂടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ, 2 ദിവസം ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ച് വേഗം ഫുഡ് ഉണ്ടാക്കട്ടെ. തട്ടിക്കൂട്ടായിരിക്കും ഇന്ന് മിക്കവാറും. അപ്പോൾ രാവിലെ 2 ഇഡ്ഡലി കഴിച്ച കാരണം നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അനാറ്, നമ്മുടെ പോമോഗ്രാനൈറ്റ് കഴിക്കുകയാണ്. ഇത് ഞാനിങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഇന്ന് ഫുള്ള് ഇങ്ങനത്തെ സാധനങ്ങളായിരിക്കില്ല ഞാൻ കാണിക്കേണ്ടാവാം. ഇത് കേർഡ് റൈസ് ഉണ്ടാക്കുമ്പോഴേ അനാറ് ഇടുന്നത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കേർഡ് റൈസ് ഉണ്ടാക്കും, ഇപ്പം നല്ല ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോമഗ്രാനൈറ്റ് വാങ്ങിയിട്ട് അത് ഇങ്ങനെ അതിൻ്റെ തൊലി പൊളിച്ച് കളയുക എന്നുള്ളത്, ഇങ്ങനത്തെ കുരുവാക്കുക എന്നുള്ളത് നല്ല പണിയുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ വാങ്ങിക്കും. ഇങ്ങനത്തെ വാങ്ങിച്ചാൽ എന്താ വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ സുഖമായിട്ട്, വലിയൊരു പൈസയുടെ ഡിഫറൻസ് ഒന്നുമില്ല, നമുക്ക് പണിയും കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് നമ്മൾ ആക്ച്വലി മടിയന്മാരാവും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, കാരണം നമുക്ക് വേറെ ജോലികൾ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ചെറിയ പരിപാടികളൊക്കെ ആവാം. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ കുറച്ച്, കാരണം വലിയ വില വ്യത്യാസം ഒന്നും ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച വരെ ഓടും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ഫ്രൂട്ട്സ് ആയിട്ട് വെക്കുകയാണെങ്കിൽ അധിക ദിവസം ഒന്നും ഓടില്ല. മിഥുന് ഇടയ്ക്ക് ഞാൻ വെക്കും, മിഥുന് വലിയ ഇഷ്ടമില്ല, പക്ഷെ ഇത് നല്ലതാണ്. അപ്പം നല്ല വിശപ്പുള്ളതുകൊണ്ട് സ്നാക്ക് എന്തെങ്കിലും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ചോറ് നമ്മൾ അളവിൽ കൂടുതൽ കഴിക്കും, നന്നായി വിശക്കുക. അപ്പോൾ ഒന്നെങ്കിൽ വല്ല കുക്കുംബറോ, കുക്കുംബർ കഴിക്കാനായിരുന്നു പ്ലാൻ. അപ്പോഴാണ് പോമഗ്രാനൈറ്റ് ഇരിക്കുന്നുണ്ട്, കാരണം ഇതിനിപ്പോൾ അധിക ദിവസം ഇരിക്കില്ല, ഇത് കേട് വരും പെട്ടെന്ന്. അപ്പോൾ ഈ അനാറ് കഴിക്കുന്നത് നല്ലതാട്ടോ. ഡെയിലി ഒരു പിടിയെങ്കിലും കഴിച്ചാൽ വളരെ നല്ലതാണ്. അതായത് ആഴ്ചയിൽ ഒരു 2 അനാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ ഭയങ്കര നല്ലതല്ലേ. അത് ബ്ലഡിനും അതേപോലെ തന്നെ നല്ലൊരു ഫ്രൂട്ടാണ്. ആപ്പിൾ ഇഷ്ടമുള്ളവർക്ക് ആപ്പിൾ കഴിക്കാം. എനിക്ക് ആപ്പിൾ തീരെ ഇഷ്ടമല്ല. അതിന് പിന്നിലൊരു കഥ ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തല്ല, ചിലവർക്ക് ചില ഫുഡിനോട് ഭയങ്കര ഇതാവില്ല. അതുപോലെ എനിക്ക് പറ്റിയൊരു ഫുഡ് എന്ന് പറയുന്നത് ആപ്പിളായിരുന്നു. അത് കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ആ ഒരു സംഭവം എത്രയല്ല, 12 കൊല്ലം മുന്നേ നടന്ന ആ ഒരു കാര്യം ഇപ്പോഴും എനിക്കതുകൊണ്ട് ആപ്പിൾ ഇഷ്ടമല്ല. പക്ഷെ ഇപ്പം ഒട്ടും കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരല് നിന്ന് അതൊരു 5-6 വർഷം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ആപ്പിൾ കാണുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ ആ ഒരു 5-6 മിത്ത് ജനിച്ചിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല, 1-2 കഷ്ണം കഴിക്കും. ചിലർ പറയണൊക്കെ സ്വീറ്റ്സ്, പിന്നെ അതിനുശേഷം സ്വീറ്റ്സ് ഇഷ്ടമല്ലാതെ, ചിലർക്ക് എരിവ്, അങ്ങനെ ചിലർക്കൊക്കെ ഉണ്ടാവില്ല. അപ്പം എനിക്ക് സംഭവിച്ചത് ഈ ആപ്പിളിലാണ്. ആപ്പിൾ അതിന് ശേഷം എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാറില്ല, അങ്ങനെയായി. പക്ഷെ കുഴപ്പമില്ല, ഇപ്പോൾ ഏകദേശം നമുക്ക് 1-2 കഷ്ണമൊക്കെ അങ്ങനെ വിശക്കുകയാണെങ്കിലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പണ്ട് അങ്ങനെയല്ല, എത്ര വിശന്നാലും ആ സാധനം മാത്രം എനിക്ക് പറ്റില്ല. അതുപോലെ എനിക്കൊരു പാട്ടും ഉണ്ടായിരുന്നു, അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, അതാ വോമിറ്റിംഗ് ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു 2 മാസത്തിൽ നമ്മൾ കണ്ടിരുന്ന പാട്ടുകളും ആ സംഭവങ്ങളായതുകൊണ്ടാവും, മനസ്സിൻ്റെ ആയിരിക്കും. ഒരു ചൈന ടൗൺ എന്ന് പറഞ്ഞ സിനിമയിലെ എന്താണ് ഒരു പാട്ടുണ്ട്, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ, മോഹം കൊണ്ടാൽ, ആ പാട്ട് എനിക്ക് പിന്നെ എത്ര കിട്ടിപ്പോൾ പിന്നെ അത് കേൾക്കാറില്ല. സിനിമ TV-യിലാണെങ്കിലും ഒന്നും അത് കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടാവാറില്ല. കാരണം കുറേ ആ പാട്ടിട്ടൊന്ന് വെച്ച് നോക്കട്ടെ. അപ്പോൾ അതൊക്കെ മാറി ഉണ്ടാവട്ടെ. എന്നാലും
അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു 1-2 വർഷം ആ പാട്ട് കേൾക്കുമ്പോൾ വെറുതെ ഛർദ്ദിക്കാൻ വരികയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ചില വട്ട് കേസുകളൊക്കെ നിങ്ങൾക്കും ഉണ്ടോ എന്ന് പറയൂ കേട്ടോ. കാരണം ആ ഒരു ടൈമിൽ ഒരു പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ അനുഭവിച്ച ചില കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കുറേ കാലം നമ്മളതിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതൊക്കെ മറന്നുമല്ലോ. പക്ഷെ ഇനിയിപ്പോൾ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് ആ ഒരു പാട്ടിനോട് ഇഷ്ടമില്ലാതായിരുന്നു. കുറേ കാലം ഒരു 1-2 വർഷം അതിന് ശേഷം എനിക്ക് ആ പാട്ട് കാണുമ്പോൾ ഛർദ്ദിക്കുക. ഇവിടെ എല്ലാവരും എന്നെ കളിയൊക്കെ രമേശേട്ടൻ ഇങ്ങനെ കളിയും. പിന്നെ ഒരു പാട്ട് കാണുമ്പോൾ സത്യമായിരുന്നത് ആ ഒരു പ്രത്യേക, ഞാൻ എപ്പോഴും പറയില്ല, എനിക്ക് എന്തെങ്കിലും സ്ഥലം, ഒരു സാധനം, ഒരാൾ ഒക്കെ ഇങ്ങനെ ആ മണം വെച്ചിട്ടാണ് എനിക്കത് ഓർമ്മ വരിക, മനസ്സിലാക്കുക. അപ്പോൾ പെട്ടെന്ന് അത് വരുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാന്നുള്ള ഒരു മണമാണ് എനിക്ക്. അതേപോലെ തന്നെ ആയിരുന്നു ആപ്പിളും. എനിക്ക് ആ ഒരു മണവും ആ ഒരു ടൈമുമാണ് എൻ്റെ മനസ്സിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ അത് കുറേയൊക്കെ മാറി എന്ന് ഞാൻ വിചാരിക്കുന്നു. പാട്ട് ഞാനൊന്ന് വെച്ചോക്കട്ടെ. കുറേ കാലമായി ഇപ്പം ഇതിങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആപ്പിൾ ഇരിക്കേണ്ട, പക്ഷെ എനിക്കത് കഴിക്കാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ അനാറ് കഴിച്ചെന്ന് മാത്രം. ഇനി നമുക്ക് ചോറ് വെക്കാം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഞാൻ സാമ്പാർ രാവിലത്തെ കുറച്ചിരിക്കുന്നുണ്ട്. ഒരാൾക്കുള്ള സാമ്പാറല്ലേ വേണ്ടു, അപ്പോൾ അതിരിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ദാല് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂട്ടാനൊന്നും വെക്കുന്നില്ല, കാരണം ഇത്ത കുട്ടിക്ക് ഇന്ന് ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷൂ ഒക്കെ റെഡിയാക്കി വെച്ചത്. അപ്പം വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണിക്ക് പോയാൽ 8 മണിക്കേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മിത്തുൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ഇന്ന് കുശാലാണ്. ഇന്ന് ബർത്ത്ഡേ പാർട്ടി. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടീസ് ഒക്കെ ഉണ്ടാവും ഫ്രണ്ട്സിൻ്റെ. അപ്പം നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ മിത്തുൻ്റെ മാത്രം എപ്പോഴും ഈ ദിവാലി വെക്കേഷൻ ആയതുകൊണ്ട് മിത്തുവിന് അങ്ങനെ ബർത്ത്ഡേ പാർട്ടി ഒരുക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അതായത് നമ്മൾ ഫ്രണ്ട്സിനെ, സ്കൂൾ ഫ്രണ്ട്സോ എല്ലാവരെയും വിളിച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒരു ഹോട്ടലിലോ അങ്ങനത്തെ മെഗ്ഡിയിലോ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 10 കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊരു ഫൺ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പം അങ്ങനെയാണ് ഇവിടെ ഉണ്ടാവാറ്. അപ്പം മിത്തുൻ്റെ ഇതുവരെ അങ്ങനെ ഉണ്ടാവാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും വെക്കേഷൻ ആയിരിക്കും ദിവാലിയുടെ. എന്നാലും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു അവള് ദിവാലി വെക്കേഷന് മുന്നേ തന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മിഠായി ഒക്കെ കൊടുത്തു സ്കൂളിൽ. കാരണം ദിവാലി വെക്കേഷൻ ആകുമ്പോൾ അവൾക്ക് വിളിക്കാനും പറ്റില്ല, കാരണം അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ വെക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഇവിടെ ഹോട്ടലൊക്കെ അറേഞ്ച് ചെയ്ത് വിളിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദിവാലിയുടെ 2 ദിവസം മുന്നേ ഇവിടെ ഉള്ളവരെല്ലാവരും, കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ലീവ് ദിവാലിക്കാണ്. 2 വീക്സ് ഓൾമോസ്റ്റ് 20 ഡേയ്സോളം വെക്കേഷൻ കിട്ടുന്നത് ദിവാലിയാണ്. അപ്പോൾ ആ സമയത്താണ് എല്ലാവരും ട്രിപ്പ് പോകുന്നതും നമ്മുടെ നാടുകളിലേക്കൊക്കെ പോണതൊക്കെ ആ സമയത്താണ്. മെയ്യിൽ പിന്നെ 1 മാസമല്ലേ വെക്കേഷൻ വരുള്ളൂ. അപ്പോൾ അങ്ങനെ. അപ്പം അതുകൊണ്ട് മിത്തുവിന് ഇതുവരെ അതിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നലെ പോയി ഞങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. ബുക്കാണ്. നന്നായിട്ട് മിത്തുവിനെ പോലെ റീഡ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കുട്ടിയായതുകൊണ്ട് ബുക്കാണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്. മിത്തുനും അങ്ങനെ കുറേ റീഡിങ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. വേറെ ഡിവിഷനിൽ സ്വിമ്മിങ്ങിലൊക്കെ ഒരുമിച്ച് കണ്ടുമുട്ടി റീഡ് ചെയ്തിട്ട്. റീഡിങ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു, നമ്മൾ പറയും ഇപ്പോഴത്തെ കുട്ടികൾ കുറേ ടാബിലൊക്കെ ആണ് എന്നൊക്കെ പറയും വെച്ചാലും റീഡിങ് ഹാബിറ്റ് ഭയങ്കര ഇഷ്ടമുള്ള കുറേ കുട്ടികളുണ്ട് മിത്തുവിൻ്റെ ഫ്രണ്ട്സിൽ. അപ്പം അതുകൊണ്ട് ബുക്കാണ് കൊടുക്കുന്നത്. ഞാൻ വെറും ചോറും സാമ്പാറും ഉണ്ട്, ഒരു മുട്ട ഉണ്ടാക്കണം, പയറുണ്ട്, മമ്പയറല്ലേ അതിൻ്റെ ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നാളികേരൊക്കെ ചിരകിട്ടിട്ടുള്ള മമ്പയർ ഉപ്പേരി. അത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച്. വളരെ സിമ്പിളായിട്ടുള്ള ലഞ്ചാണ്. ഞാൻ മാത്രമല്ലല്ലോ. അപ്പം ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ലഞ്ച് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരെ സിനിമ ഇരുന്ന് കാണുകയാണ്. അപ്പം മിത്തുക്കുട്ടീനെ കൊണ്ടുവരാൻ ഇനി ഒരു അരമണിക്കൂറും കൂടെ ബാക്കിയുണ്ട്. ഫുള്ള് കഴിഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചില ദിവസം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പണി കഴിഞ്ഞ ദിവസം, രാവിലെ മടി പിടിക്കുന്ന ദിവസം ഒന്നും പണികളൊന്നും കഴിയില്ല. അപ്പം ഇന്നിപ്പോൾ എല്ലാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു മൊബൈൽ നോക്കണേക്കാളും നല്ല നേരെ സിനിമ OTT വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ല. വീക്കെൻഡ്സ് ഇങ്ങനെ ഓരോ ദിവസം ഓരോ സിനിമ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് ദിവസം ഏതാ കുറേ സിനിമ വന്നിട്ടുണ്ട്. ഇപ്പോൾ സലാറ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മിത്തുക്കുട്ടിക്ക് രമേശേട്ടനൊക്കെ ആദ്യം സലാറ് കാണണം എന്ന് പറഞ്ഞത്. എനിക്ക് ഫിലിപ്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു. അപ്പോൾ നേരിങ്ങനെ കാണാൻ ഇങ്ങനെ ലേറ്റ് ആയി ചോദിച്ചു. എനിക്കാണെങ്കിൽ ഇത് കാണാൻ വെച്ചപ്പോൾ ഇങ്ങനെ അവരുടെ കൂടെ വേണമെങ്കിൽ വേറെ ദിവസം കാണാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് ഇരുന്ന് ഇങ്ങനെ നേര് കണ്ടും കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഫുഡ് അടിപൊളിയായിരുന്നു. സിനിമ ജസ്റ്റ് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് എത്തുകയാണ്. അപ്പം നല്ല സിനിമയാണ്. ഹോട്ട്സ്റ്റാറിലാണ് നേരെ വന്നിട്ടുള്ളത്. ഫിലിപ്സ് ഇന്നലെ കണ്ടു. അതെനിക്ക് ഭയങ്കര, ഞങ്ങളെല്ലാവരും കൂടെ നല്ല രാത്രി ഇരുന്ന് കണ്ടു കേട്ടോ. അപ്പോൾ നേരത്തെ ആയി പറഞ്ഞ പോലെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു 10-10:30 ആകുമ്പോഴേക്കും സിനിമ കണ്ടു തീർന്നു. അപ്പം മിത്തുക്കുട്ടിക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ വലിയ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഫിലിപ്സ്. അതാരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ മുകേഷിൻ്റെ കേട്ടോ. നല്ലൊരു ഫാമിലി ഓറിയൻറ്റഡ് മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫിലിപ്സ് കണ്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട് നേരത്തെ പണി കഴിഞ്ഞ്, കാരണം അതാണ്. കാരണം ഈവനിങ്ങിൽ ഇനി ഒരു സമയമില്ല. ഈവനിങ് ആകുമ്പോൾ മിത്തുവിനെ ബർത്ത്ഡേ പാർട്ടിക്ക് കൊണ്ടുവയ്ക്കണം. അത് കഴിഞ്ഞാൽ ഒരു 8-8:30 വരെ ഞങ്ങൾക്ക് ചെറിയൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. നാളെ സ്കൂളുണ്ട്. അപ്പോൾ ലോങ് വീക്കെൻഡ് ഇനി കിട്ടാൻ പോവാണല്ലോ. റിപ്പബ്ലിക് ഡേയുടെ ലോങ് വീക്കെൻഡ് ഉണ്ടായിരുന്നു. പിന്നെ മൺഡേ ലീവ് ആയതുകൊണ്ട് ആകെ 3 ദിവസം ഈ ആഴ്ച സ്കൂൾ തന്നെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ പരിപാടി.
റെഡി? അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ മിത്തുക്കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടി, മിത്തുക്കുട്ടിയുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്മളിതിന് മുന്നേ വ്ളോഗ് കാണിച്ചിട്ടുണ്ടോ തോന്നുന്നു. അടിപൊളി ആംബിയൻസ് ആണ്, നമ്മുടെ ഇവിടെ അടുത്തുള്ള തന്നെയാണ്, നല്ല ഫുഡുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പാർട്ടിക്ക് ഒരു 10 കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ട് തോന്നുന്നു, ഒരുപാട് ഫോട്ടോ സെഷൻസിനും. മെയിനായിട്ട് ഫുഡാണ് ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ളത്. അപ്പോൾ മിത്തുക്കുട്ടീനെ ഞാൻ അവിടെ കൊണ്ടേ ഇരുത്തിയതിന് ശേഷം ഞാൻ പോന്നു, കാരണം പാരൻസിനല്ലേ, കുട്ടികൾക്ക് മാത്രമാണ്. അവരൊരു 2-3 hours കഴിഞ്ഞിട്ട് വരും. അങ്ങനെ മിത്തുക്കുട്ടിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് കൊണ്ടേക്ക് ഞാനിവിടെ ഓട്ടോയിൽ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു ചെറിയ നമ്മുടെ കുറച്ച് ഡിസൈനിൻ്റെ കാര്യങ്ങളും അതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി രാത്രി ഒരു 8:30 വരെ അവിടെ ഉണ്ടാവും. കാരണം 8:30 വരെ മിത്തുവിന് ഇരുട്ടായില്ലേ, ഒന്നും കാണാനില്ല. 8:30 വരെ മിത്തുവിന് പാർട്ടി ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് മിത്തുവിനെ പിക്ക് ചെയ്യാൻ വരണം. അയ്യോ എൻ്റെ തല കെട്ടോ, ആകെ ഷോക്ക് അടിച്ച പോലെ. എനിക്ക് ഓട്ടം തന്നെ പണി. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ വേഗം പോട്ടെ. കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 10-12 കുട്ടികളുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അവിടെ. ഗംഭീരമായിട്ട് അവിടെ ചെയറും, ഞാൻ ഇപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ അവർ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവരവിടെ എൻജോയ് ചെയ്യട്ടെ. ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രാത്രി വരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മുടെ ടാക്കിൻ്റെ സിറം ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ഇന്ന് വയ്യാതിരുന്നൊരു ദിവസം അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആക്കി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും വിശ്വസിക്കുന്നു കേട്ടോ. ബൈ.